കർത്താവിന്റെ നല്ല വചനം എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പറയുന്നു. Ephesians chapter 2 verse 1. Once you were dead because of your disobedience and your many sins. You used to live in sin just like the rest of the world, obeying the devil, the commander of the powers in the unseen world. He is a refuse to obey God. Hallelujah. 1-2 വാക്യങ്ങൾ 1-2-3 വാക്യങ്ങൾ എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായം 1-2-3 വാക്യങ്ങൾ നമ്മൾ ആയിരുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലേ, നമ്മൾ ഒരു നാളില് അനുസരണക്കേടിലും നമ്മുടെ പല പാപങ്ങളിലും നമ്മൾ മരിച്ചവരായിരുന്നു. നമ്മൾ പാപത്തിൽ ജീവിക്കുന്നവരായിരുന്നു. നമ്മൾ ജഡീക മനുഷ്യരെ പോലെ അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റാൾക്കാരെ പോലെ തന്നെയായിരുന്നു. ആരെ അനുസരിക്കുന്ന? പിശാചിനെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിനെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു, വികാരങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു, നമ്മുടെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നവരായിരുന്നു. പക്ഷെ കർത്താവ് നമ്മളെല്ലാവരും നമ്മൾ അങ്ങനെയായിരുന്നു. 1-2-3 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. പല വിധത്തിലും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളിലും നമ്മുടെ സ്വന്തം കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ജീവിച്ചു പോന്നവരാ. ഹല്ലേലൂയ. അപ്പം ആ ജഡത്തിനനുസരിച്ച് ജീവിച്ച് നീങ്ങുന്നു, അല്ലെങ്കിൽ മനുഷ്യന്റെ ഇച്ഛകൾ അനുസരിച്ച് നമ്മൾക്ക് എന്തെങ്കിലും അന്നേരം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ആരെയും നമ്മൾക്ക് ആർക്കും കീഴ്പ്പെടാതെ ജീവിക്കുന്ന ഒരവസ്ഥ. പക്ഷെ വചനം ഇവിടെ പറയുന്നു, 4-ാം വാക്യം പറയുന്നു, but God is so rich in mercy and he loved us so much that even though we were dead because of our sins, he gave us life when he raised Christ from the dead. 6-ാം വാക്യം പറയുന്നു, for he raised us from the dead along with Christ and seated us with him in the heavenly realms because we are united with Christ Jesus. ഇതിന്റെ വചനം അല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ ഒരു രഹസ്യമായത്. അത് പറയുന്ന കർത്താവ് നമ്മളോട് ഭയങ്കര കരുണ കാണിച്ചു, നമ്മളെ അത്രയധികം സ്നേഹിച്ചു. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ, പാപത്തിൽ മരിച്ചവരായിരുന്നപ്പോൾ തന്നെ, അപ്പം നമ്മൾ ഒരു നാളിൽ മരിച്ചവരായിരുന്നു, ജീവനില്ലാത്തവരായിരുന്നു. പക്ഷെ നമ്മളെ ലോകത്തിനെ അല്ലെങ്കിൽ നമ്മളെ ഇത്രയധികം സ്നേഹിച്ചത് കൊണ്ട് ക്രിസ്തു ഹല്ലേലൂയ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ നമ്മളെയും നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചെടുത്തു എന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് സ്വർഗത്തിലിരിക്കുക. ഹല്ലേലൂയ. അപ്പം ഒരു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എങ്ങനെയാ? ക്രിസ്തുവിനോടൊപ്പം മരിച്ചുയർത്തെഴുന്നേറ്റപ്പോ. അല്ലെ, 6-ാം വാക്യം ഒന്ന് വായിക്കാം. എഫെസ്യർ 2:6. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ക്രിസ്തുയേശുവിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. അപ്പം ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, അതെന്തോ ഒരു കാണാത്ത മണ്ഡലത്തിൽ നടന്നതല്ല. അതിന് നമ്മൾ രക്ഷയുടെ മാർഗം ഇതാണ്. നമ്മൾ രക്ഷയുടെ സുവിശേഷം കേൾക്കണം. നമ്മൾ കർത്താവിന്റെ സുവിശേഷം, സദ്വർത്തമാനം നമ്മൾ കേൾക്കണം. കേട്ട് നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ യേശു എൻ്റെ ദൈവമാണ് എന്ന് നമ്മൾ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മൾ വായും കൊണ്ട് ഏറ്റുപറയണം, അതെ യേശുവിൻ്റെ കർത്താവാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്നവരെല്ലാവരും ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നവരാ. പക്ഷെ രക്ഷ പൂർത്തീകരിക്കണം, അല്ലേ? എന്നുവെച്ചാൽ ഹൃദയം കൊണ്ട് നമ്മൾ സത്യസുവിശേഷം കേട്ട് ഹൃദയം കൊണ്ട് യേശു കർത്താവാണെന്ന് വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റുപറഞ്ഞ് ഇനി മരിച്ച് അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കണം. അതാ വചനം പറയുന്നത്. 5, 6, 7 വാക്യങ്ങള് വായിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാകാൻ സാധിക്കും. ഹല്ലേലൂയ. For he raised us from the dead along with Christ. ക്രിസ്തു യേശുവിനോടൊപ്പം നമ്മളെ മരിച്ചെടുത്തു എന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. അപ്പം മരിച്ച് ഉയർത്തെഴുന്നേറ്റം. അപ്പം വചനം കേൾക്കണം, സദ്വർത്തമാനം കേൾക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം യേശു കർത്താവാണെന്ന്, വായും കൊണ്ട് ഏറ്റുപറയണം. ഇനി ക്രിസ്തുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം. ഈ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നത് സ്നാനക്കുളത്തില് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നത്. അപ്പം സ്നാനത്തിലൂടെ മരിച്ച് അടക്കപ്പെട്ട് ക്രിസ്തു യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കണം. എന്നാൽ വചനം പറയുന്നത് പോലെ ഹല്ലേലൂയ
പിതാവിന്റെ വലത്ത് ഭാഗത്ത് സ്വർഗീയ ഇടങ്ങളില് ക്രിസ്തുവുമായിട്ട് ഒന്നായിട്ട് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കാൻ സാധിക്കും. വചനം അങ്ങനെ വരുന്നത്. 6-ാം വാക്യം വരുന്നു, ഫോർ ഹി റേസ്ഡ് us ഫ്രം ദ ഡെഡ്. അവൻ നമ്മളെ മരിച്ചെടുത്തു എന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച്. അവൻ മരിച്ചെടുത്തു എന്ന് എങ്ങനെയാ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന? ക്രിസ്തുവിൽ വിശ്വസിച്ച് along with Christ and seated us with him in the heavenly realms. അവനോടൊപ്പം സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. എന്താണ് അങ്ങനെ ഇരുത്തിയിരിക്കുന്നത്? Because we are united with Christ Jesus. എന്താ ഇത് സാധ്യം? നാം ക്രിസ്തു യേശുവിനോടൊപ്പം ഐക്യതയിലിരിക്കുന്നത് കൊണ്ട്, നമ്മൾ ഒന്നായിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. ക്രിസ്തുവും ഞാനും ഒന്നായത് കൊണ്ട്, നമ്മൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവുമായിട്ട് ഒന്നായി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമ്മളെ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് വേണം ദൈവത്തിന് നമ്മളെ വരും കാലങ്ങളിൽ, വാക്യം പറയുന്നു, നമ്മളെ വരും കാലങ്ങളില് ദൈവത്തിന്റെ അത്യുന്ന ധനത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞ അത്യുന്ന ഇൻക്രെഡിബിൾ വെൽത്ത് ഓഫ് ഹിസ് ഗ്രേസ്, അവന്റെ കൃപയുടെ അളവറ്റ വ്യാപാരം ചെയ്തവരാ എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കാൻ വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനോടൊപ്പം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു ഗുണമുണ്ട്. ഹല്ലേലൂയ. ഈ തുടക്കത്തിൽ പറഞ്ഞ എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ, 1-2-3 വാക്യങ്ങൾ പറഞ്ഞു, നമ്മൾ അനുസരണക്കേടിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ മരിച്ചവരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിനെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു. എന്നിട്ട് അതിനകത്തൊരു വാക്യം പറയുന്നുണ്ട്, ഹി ഇസ് ദ സ്പിരിറ്റ് അറ്റ് വർക്ക് ഇൻ ദ ഹാർട്ട്സ് ഓഫ് ദോസ് ഹു റിഫ്യൂസ് ടു ഒബേ ഗോഡ്. ദൈവരിക്കാത്തവരുടെ എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആത്മാവ് അവനാണെന്ന്. ആരാ? പിശാച്. അപ്പൊ ദൈവത്തിനോട് അനുസരണക്കേട് കാണിക്കുന്നവരെ എല്ലാവരുടെയും ഹൃദയം പിശാച് കെട്ടിവെച്ചിരിക്കുക, അല്ലെങ്കിൽ നിയന്ത്രിക്കുക. പക്ഷെ നാം എവിടെ യേശുവുമായിട്ട് ചേർന്ന്, യേശുവുമായിട്ട് സ്നാനക്കുളത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു, നമ്മുടെ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മൾക്ക് പിന്നെ പിശാചിന് നമ്മളുടെ ഹൃദയത്തിനകത്തിരുന്ന് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ആ ഹൃദയത്തിലെ സ്ഥാനം ഹല്ലേലൂയ. ഒരുവൻ മാറി ക്രിസ്തു വന്ന് അവിടെ ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ കൽപ്പനകളോട് അനുസരണം കാണിക്കുന്നത് ഭയങ്കര വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. 8-ാം വാക്യം വായിക്കാം. God saved you. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. See, God saved you by his grace when you believed. ഹല്ലേലൂയ. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല, എൻ്റെ അപ്പൻ വന്നത് കൊണ്ടാ, അമ്മ വന്നത് കൊണ്ട്, ഞാൻ ഉപവസിച്ചത് കൊണ്ടാ, ഞാൻ അനുസരിച്ചത് കൊണ്ടാ, നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മള് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മളുടെ പ്രവൃത്തിയാലല്ല നമ്മൾ ആരും രക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റില്ല, ഹല്ലേലൂയ, ഞാൻ കാരണമാണ് ഒരു വ്യക്തി കൃപയിൽ വന്നത്, ഞാൻ കാരണം. അതാണ് പൗലോസ് പറയുന്നത്, ഒരാൾ നട്ടു, ഒരാൾ വെള്ളം ഒഴിച്ചു, പരിശുദ്ധാത്മാവ് അതിനെ വളർത്തിയെടുത്തു. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ഒരാളോട് സുവിശേഷം ചെന്ന് പറഞ്ഞ് ആ വ്യക്തി ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുമായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് ഒരു വ്യക്തിയോ അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഇനിയും സുവിശേഷം വന്ന് കയറുവാൻ, ഇനിയും പ്രാർത്ഥന വന്ന് വീഴുവാൻ അവരതിനു വേണ്ടി ദൈവം വാതില് തുറന്നു കൊടുക്കുക അവരുടെ ജീവിതത്തിനകത്ത്. കർത്താവിന്റെ വചനം പറയുന്നു, നമ്മളെ ദൈവം രക്ഷിച്ചത് കൃപയാലത്രേ. എങ്ങനെ? നമ്മൾ വിശ്വസിച്ചത്. അപ്പൊ വിശ്വാസമാണ് രക്ഷാനുഭവത്തിന്റെ ഒരു അടിസ്ഥാനം. അല്ലെ, നമ്മൾ വിശ്വസിക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. സ്തോത്രം. ഈ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ വായും കൊണ്ട് ഏറ്റുപറയണം. വായും കൊണ്ട് ഏറ്റുപറഞ്ഞാൽ പിന്നെ രക്ഷയുടെ അനുഭവത്തിനകത്തേക്ക് കയറുവാൻ ക്രിസ്തുവിനോടൊപ്പം സ്നാനക്കുളത്തിൽ മരിക്കണം. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നാം പിതാവിന്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തുയേശുവിനോടൊപ്പം ഇരിക്കും. ഇതാണ് രക്ഷയുടെ അനുഭവം. ഹല്ലേലൂയ. അപ്പം
നമ്മൾ ഇത് രക്ഷയുടെ അനുഭവം എന്ന് വെച്ചാൽ വചനം കേട്ട് വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വായും കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം മരിച്ചടക്കപ്പെട്ട്, സ്നാനക്കുളത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം. എന്നാലാണ് നമ്മൾ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കപ്പെടുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ വചനം പറയുന്നു അവനെ കൈക്കൊള്ളുന്നവർക്കൊക്കെ മക്കളാകാൻ അവകാശമുണ്ട്. എന്ന് വെച്ചാൽ ഇനി നമുക്ക് മക്കളുടെ പദവിയിലേക്ക് കയറുവാനായിട്ട് നമുക്കൊരു മാർഗമുണ്ട്, നമുക്കൊരു ഒരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു അവകാശമുണ്ട്, ഒരു റൈറ്റ് ഉണ്ട്. നമ്മളെ ആരും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ബാക്കി ആ ക്രിയയും കൂടെ ചെയ്യണം, ബാക്കി ആ കാര്യങ്ങളും കൂടെ ചെയ്യണം, രക്ഷ പൂർത്തിയാക്കണം നമ്മൾ. ഹല്ലേലൂയ. ഒരു വചനം അവിടെ പറയുന്നു, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമുക്ക് ആർക്കും ഇതിനു വേണ്ടി ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ല. നമ്മളിത് ചെയ്തു എന്ന് പറഞ്ഞ് ഇതിന് ഒരു ക്രെഡിറ്റ് എടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മള് ഇന്ന ആള് എന്നോട് വചനം പറഞ്ഞു, അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും ഹല്ലേലൂയ അതിന് ക്രെഡിറ്റ് എടുക്കാൻ സാധ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. അപ്പം കർത്താവിന്റെ വചനം ഒന്നും കൂടെ 8-ാം വാക്യം വായിക്കാം. കൃപയാലല്ലോ. ഹല്ലേ, എന്നോടൊപ്പം പറഞ്ഞ കൃപയാലല്ലോ. ഗ്രേസ്. കൃപ എന്താണ്? കൃപയെന്ന് പറയുന്നത് എനിക്ക് അർഹതയില്ലാത്തപ്പം എന്നെ വന്ന് രക്ഷിച്ചതാണ് കൃപ. എനിക്ക് അർഹതയില്ലായിരുന്നു, എനിക്ക് യോഗ്യതയില്ലായിരുന്നു, പക്ഷെ എന്നെ യോഗ്യനാക്കി തീർത്തു. ഹല്ലേലൂയ. എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്തപ്പം വന്നെന്നെ വിടുവിക്കുന്നതാണ് കൃപ. ഇതാണ് ദൈവത്തിന്റെ കൃപ. നമ്മൾ പലവരെ നോക്കിയിട്ട് നമ്മുടെ സ്വന്തം, ചിലപ്പോൾ നമ്മളൊക്കെ ഭയങ്കര വിശുദ്ധന്മാരായിട്ട് നമ്മൾ കർത്താവിനെ അറിഞ്ഞൊക്കെ വന്നവരായിരിക്കും. ഓക്കെ, നമ്മളെ വിടുക. പക്ഷെ പലവരെ നമ്മൾ നോക്കും, അയ്യോ ഇവരോ എന്ന് പറയാം, അല്ലെ, എന്നിട്ട് പറയും എന്തു മാറ്റമുണ്ടായി അവരില് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെ. എന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് യാതൊരു വിധത്തിലും യേശുവിനെ അറിയാനൊരു മാർഗമില്ലായിരുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടാനൊരു മാർഗമില്ല, അത്ര മോശമായിട്ട് ജീവിച്ചവരായിരിക്കും. പക്ഷെ ദൈവം തന്റെ വലിയ കരുണയാൽ, ദൈവത്തിന്റെ വലിയ കരുണയാൽ, ദൈവത്തിന്റെ കൃപ, ദാറ്റ് ഈസ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയാലല്ലോ അവനെ രക്ഷിച്ചത്, അവനെ വിടുവിച്ചത്. സാധ്യതയില്ല, പക്ഷെ ദൈവം സൗജന്യമായി, ഹല്ലെ, ദൈവത്തിന്റെ കരുണയാൽ, ഹല്ലേലൂയ. അവനോ ഒരു വ്യക്തിയോ ആരും ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടില്ല, ഒരു വിരല് പോലും അനക്കി ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. അതാണ് ദൈവത്തിന്റെ വലിപ്പം. സ്തോത്രം. ഹല്ലേലൂയ. കൃപയാലല്ലോ. 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലം. അപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ. ദൈവത്തിന്റെ കൃപയും നമ്മളുടെ വിശ്വാസവും. സ്തോത്രം. അപ്പം ഹല്ലേലൂയ. നമ്മൾക്ക് ആർക്കും പറയാൻ വിശ്വാസവും. സ്തോത്രം. അപ്പം ഹല്ലേലൂയ. നമ്മൾക്ക് ആർക്കും പറയാൻ സാധിക്കത്തില്ല, ഞാൻ കുഞ്ഞിലെ നല്ല കുട്ടിയായിട്ട് ജീവിച്ചത് കൊണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ട്, എൻ്റെ അപ്പനും അമ്മയും ഒക്കെ എന്നെ ഒരുപാട് ശിക്ഷണത്തിൽ വളർത്തിയത് കൊണ്ട്, അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്രയോ നമ്മള് ഒരുപക്ഷെ നമ്മൾ ഓർക്കും, ഞങ്ങൾ വലിയ ഇതിൽ നിന്ന്, ഓഫ് കോഴ്സ് നമ്മളൊക്കെ പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ട് ഒന്നും കൂടെ വേഗത്തിലൊക്കെ ചില പ്രോസസ്സ് നടന്നു കാണും, ഡെഫിനറ്റ്ലി. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ സമയത്തില്, ദൈവം തന്റെ കൃപയില് സൗജന്യമായി നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചത് കൊണ്ട് ഹല്ലേലൂയ ആർക്കും പറയാൻ പറ്റത്തില്ല ഞാൻ കാരണമാ, അല്ലെങ്കിൽ എൻ്റെ മിടുക്ക് കാരണം, എൻ്റെ കഴിവ് കാരണം. ഹല്ലേലൂയ. ദൈവത്തിന് സകല മാനവജാതി, സകലരും ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ സകലവരും രക്ഷപ്പെടണമെന്ന് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്, ഉദ്ദേശമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഈ ലോകത്തിലുള്ള സകലമാന മനുഷ്യരും രക്ഷപ്പെടണം. ദൈവം അതിനാണ് ഇത്രയും യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകുമ്പം ശിഷ്യന്മാരിങ്ങനെ നോക്കി നിന്നപ്പം അവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ എന്താണ് നിങ്ങൾ നോക്കുന്നത്? യേശു പോയതുപോലെ അവൻ മടങ്ങി വരും എന്ന് പറയുന്നുണ്ട്. അന്ന് തൊട്ട് ശിഷ്യന്മാരെ യേശു ഇപ്പം മടങ്ങി വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. അന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അന്ന് പ്രഖ്യാപിച്ച ആ കാത്തിരിപ്പ് ഇന്നും ദൈവസഭയുടെ വായിക്കകത്തുനിന്നും ഹൃദയത്തിനകത്തോട്ടും മാറിയിട്ടില്ല, അല്ലേ? എല്ലാ തലമുറയ്ക്കകത്തും ഇത് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. യേശു വരും,
യേശു തീർച്ചയായിട്ടും വരും. യേശു വന്ന് മണവാട്ടി സഭയെ കൂട്ടിക്കൊണ്ട് പോകും. കാത്തിരിപ്പ, അന്ന് തൊട്ട് കാത്തിരിപ്പ. സമയം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്ത് കിടക്കുന്ന മാനവകുലം ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകല്ല. എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും ഛായയിലും നമ്മളെ ഓരോരുത്തരെയും മനുഷ്യരെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അവരെല്ലാവരും വിശുവിനെ അറിഞ്ഞ് സ്വർഗരാജ്യത്തിനകത്ത് കയറണം എന്ന് ദൈവത്തിന്റെ വലിയ പദ്ധതിയാ. ഹല്ലേലൂയ. മക്കളാകണം, വചനം കേട്ട് വചനം കൈക്കൊണ്ട് മക്കളാകണം എന്ന് ദൈവത്തിന്റെ വലിയ പദ്ധതിയാ. ഹല്ലേലൂയ. പക്ഷെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു യേശുവിനോടൊപ്പം അവകാശ സ്ഥാനത്ത് യേശുവിനോടൊപ്പം അവകാശ സ്ഥാനത്തിൽ ഇരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി സ്നാനത്തിലൂടെ ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വലത്ത് ഭാഗത്ത് ഇരിക്കണം. ഹല്ലേലൂയ. പക്ഷെ ഈ സുവിശേഷം എല്ലായിടത്തും എത്തണമെന്ന് ദൈവത്തിന്റെ ഇഷ്ടമാണ്. വീണ്ടും വായിക്കാം 8-ാം വാക്യം. God saved you by his grace. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ഇത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനം. നമ്മള് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വ്യക്തി പറയാറില്ല അല്ലെ, എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറയത്തില്ല. പക്ഷെ കൊടുക്കുന്ന ആളുടെ ഹൃദയത്തിനകത്ത് തോന്നുന്ന ഒരു കാര്യമാണ് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പലവരും പറഞ്ഞിട്ടില്ല, അയ്യോ എനിക്കതൊരു ഭയങ്കര ഉപകാരമായി തീർന്നു, ഞാൻ അതിനു വേണ്ടി കാത്തിരുന്നതാ, എനിക്കത് ഇഷ്ടപ്പെട്ടതാ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതാ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അതെന്താ അത് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അതെന്താ അത്? ഒരാളുടെ ഹൃദയത്തിനകത്ത് തോന്നി ഇന്നത് സൂട്ട് ചെയ്യും, ഇന്നത് മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാം എന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ച് അങ്ങ് ചെയ്യുക അല്ലേ. നമുക്ക് ആർക്കും അതിനകത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്കോ അതിനകത്ത് ഒരു തീരുമാനവുമില്ല. ഇതേപോലെ തന്നെ ദൈവവചനം പറയുന്നു, കൃപയാലത്രേ, ദാനമത്രേ നമുക്ക് കിട്ടിയ രക്ഷ എന്ന് പറഞ്ഞാൽ പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം പിതാവാണ് തീരുമാനിക്കുന്നത് ആരെയൊക്കെ എവിടൊക്കെ തെരഞ്ഞെടുത്ത് ക്രിസ്തുവിനോടൊപ്പം ചേർക്കണമെന്ന്. ഹല്ലേലൂയ. പലയിടങ്ങളിലും നമ്മൾ റോമറുടെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പലയിടങ്ങളിലും പല ജീവിതങ്ങൾക്കകത്ത് ദൈവം മനഃപൂർവ്വമായി ഹൃദയത്തെ കെട്ടിവെച്ചിരിക്കുക, അവരറിയണ്ട എന്ന് പറഞ്ഞല്ലേ. അപ്പം ദൈവത്തിന്റെ വലിയ കൃപയാണ് ഇന്ന് നമ്മൾ ഓഫ്കോഴ്സ് ലോകം മൊത്തം എല്ലാവരും രക്ഷപ്പെടണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവം ഒന്ന് ആകർഷിക്കണ്ടേ, പിതാവൊന്ന് ആകർഷിക്കണ്ടേ. പിതാവ് ആകർഷിച്ചാണ് പുത്രന്റെ വചനം കേൾക്കാൻ ഇടയാവുന്നത്. ഇന്ന് നമ്മൾ വചനം കേട്ട് നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്തൃത്വം നിസ്സാരമല്ല. നമ്മളിങ്ങനെ വചനം കേട്ട് കർത്താവില് രക്ഷയുടെ അനുഭവത്തിനകത്തേക്ക് നിൽക്കുന്നത് നിസ്സാരമല്ല. ദൈവം മുന്നമേ നിയമിച്ചിട്ട്, ദൈവം തെരഞ്ഞെടുത്തിട്ട്, ദൈവത്തിന്റെ വലിയ കൃപയാല് നമ്മുടെ വിശ്വാസം കാരണം നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഓരോരുത്തരും ഇന്ന് വചനം കേട്ട് കർത്താവിൽ ആയിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ആ സാൽവേഷന്റെ പ്രോസസ് നമ്മൾ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും വെറുതെ കേട്ട് നിൽക്കുന്നവരായി തീരില്ല. നമ്മൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു യേശുവിനോടൊപ്പം മരിച്ചടക്കപ്പെട്ട് ശ്രമിക്കണം. ഇന്ന് എന്നെ കേൾക്കുന്നവര് ഹല്ലേലൂയ, 2 തരം സ്നാനമുണ്ട്. ഒന്ന് ആത്മാവിന്റെ സ്നാനവും 2 ജലസ്നാനവും. ഹല്ലേലൂയ. നമ്മള് ഈ 2 സ്നാനവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ ജാതികളായവരുടെ മേൽ നമ്മൾ കാണുന്നു, കൊർന്നീലിയോസിന്റെ ഭവനത്തില് അവര് വചനം കേട്ടോണ്ടിരുന്നപ്പം അവരുടെ മേൽ ആത്മാവ് വന്നു, അവരെല്ലാം അന്യഭാഷകളിൽ അവര് സംസാരിച്ചു. അപ്പൊ അവർക്ക് ആത്മസ്നാനം ലഭിച്ചു. ആത്മസ്നാനം ലഭിച്ചു കഴിഞ്ഞപ്പോ ഹല്ലേലൂയ, പത്രോസ് അപ്പോസ്തലൻ മറ്റുള്ളവരും പറയുന്നുണ്ട്, ഇനി ആർക്കാണ് ഇവരെ സ്നാനപ്പെടുത്താൻ, ആരാണ് തടസ്സപ്പെടുത്തുന്നത്? ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. എന്നിട്ട് അവരെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മാളിക മുറിക്കകത്തിരുന്ന് കൂടി വന്നവരെല്ലാം വെള്ളത്തിൽ സ്നാനപ്പെട്ടവരായിരുന്നു.
പക്ഷെ അവർക്കൊന്നും ആത്മാവില്ലായിരുന്നു. നമ്മൾ കാണുന്ന ഈ വെള്ളത്തിൽ സ്നാനപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോ ഇവര് ആത്മാവിൽ സ്നാനപ്പെട്ടു. ഹല്ലിയ. പൗലോസ് അപ്പോസ്തലനും ശിഷ്യന്മാരും ഒക്കെ മറ്റുള്ളവരും ഒക്കെ പല സ്ഥലങ്ങളില് അപ്പോസ്തല പ്രവർത്തിക്കകത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. പല ഇടങ്ങളിൽ അവർ പോയപ്പോൾ അവർ കണ്ടു, പക്ഷെ അവർക്കൊന്നും ആത്മാവിന്റെ സ്നാനം ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അവര് ചോദിക്കുന്നേ, ഏത് പരിശുദ്ധാത്മാവോ, ആരാ അതേത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് കൈവച്ച് അവരെ അപ്പോസ്തലൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്ന് വീണ് ആത്മസ്നാനം. അവൻ രണ്ട് സ്നാനവുമുണ്ട്. ഹല്ലിയ. വെള്ളത്താൽ സ്നാനപ്പെട്ട് സ്വർഗരാജ്യത്തിനകത്തേക്ക് കയറുകയും ആത്മാവിനാൽ സ്നാനപ്പെട്ട് ദൈവവുമായിട്ട് എന്നേക്കുമായി ചേർന്നിരിക്കുന്ന ഒരു അനുഭവം. ഇത് രണ്ടും ആഗ്രഹിക്കണം. എന്താണെന്നറിയോ? നമ്മൾ കൃപയാൽ രക്ഷപ്പെട്ടവരാ. അല്ലെ, നമ്മുടെ ആത്മാവ് എന്നേക്കുമായി ഹല്ലേലൂയ യേശുവിനാൽ നിയന്ത്രിക്കപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട്, അല്ലെ, നമ്മൾക്ക് സ്വർഗത്തിലെ മർമ്മങ്ങളും രഹസ്യങ്ങളും നമ്മുടെ ആത്മാവിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിന്റെ സ്നാനം വേണം. ജലസ്നാനവും വേണം. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ജലസ്നാനം വേണം. ഹല്ലിയ. ജലത്തിൽ മുങ്ങി, വെള്ളത്തിൽ മുങ്ങി പൊങ്ങി ക്രിസ്തുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കണം. ജലത്താലേ അത് സംഭവിക്കത്തുള്ളൂ. അല്ലെ, നമ്മൾ ക്രിസ്തുവിനോട് ചേരുവ. അല്ലെ, നാം ക്രിസ്തുവിനോട് ചേരുവ എന്ന് പറഞ്ഞാൽ നാം മണവാട്ടി സഭ, ദൈവത്തിന് ഇനിയും കർത്താവ് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മണവാട്ടി സഭയുമായിട്ട് നാം ചേരുവ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ. ഹല്ലിയ. നമ്മുടെ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് സ്വർഗത്തിലെ തീ നമ്മളുടെ മേൽ ഇറങ്ങുമ്പോൾ, ഹല്ലിയ, ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും ഒന്നായി തീരുക. നമ്മളുടെ മേൽ സ്വർഗത്തിന്റെ അടയാളം വീഴുക, സ്വർഗത്തിന്റെ മുദ്ര പതിക്കുക. അല്ലെ, ഈ സ്വർഗത്തിന്റെ മുദ്ര പതിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സ്നാനം എന്നതിന് പറയുന്നത്. ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ വീഴുമ്പോൾ, ഹല്ലേലൂയ, ഇതിനെക്കുറിച്ചാണ് വചനം പറയുന്നത്. എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം ഇങ്ങനെ പറയുന്നു: റിമെമ്പർ ഹി ഹാസ് ഐഡന്റിഫൈഡ് യു ആസ് ഹിസ് ഓൺ, guaranteeing that you will be saved on the day of redemption. ഈ പരിശുദ്ധാത്മാവിന്റെ ആത്മസ്നാനത്തിലൂടെ ഈ മുദ്ര നമ്മുടെ മേൽ വീഴുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ മുദ്ര വെച്ചിരിക്കുക. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് വീണ്ടും വരുമെന്ന് നമ്മളെ വീണ്ടെടുക്കുന്നതിന്റെ മുദ്രയാണ്. അതെന്താ? ആത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ വീഴും. പലവർക്കും സ്തോത്രം, ആത്മാഭിഷേകം അല്ലെങ്കിൽ ആത്മാവിന്റെ പല പ്രവർത്തനങ്ങളും ഉണ്ടായി കഴിഞ്ഞ് അവര് ബോധ്യപ്പെട്ടിട്ടാണ് ജലത്തിൽ സ്നാനപ്പെടുന്നവര്. ചിലവര് നേരെ തിരിച്ചും ജലത്തിൽ സ്നാനപ്പെട്ടിട്ട് ആത്മസ്നാനം. ഇത് രണ്ടും വേണം. നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ എഫെസ്യരുടെ ലേഖനം 2:8 പറയുന്നു: ദൈവം കൃപയാൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്തി. നിങ്ങൾക്ക് ആർക്കും ഇതിനു വേണ്ടി വമ്പ് പറയാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട്, ഞാൻ ഉപവാസം നോക്കിയത് കൊണ്ട്, ദൈവത്തിന്റെ കൃപയ അർഹതപ്പെടാത്തപ്പം, യോഗ്യതയില്ലാത്തപ്പം നമ്മളെ രക്ഷപ്പെടുത്തിയതാണ് ദൈവത്തിന്റെ കൃപയ. ഇത് ദൈവത്തിന്റെ ദാനമാ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ആർക്കും വമ്പ് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് 10-ാം വാക്യം പറയുന്നു: for we are God's masterpiece, he has created us anew in Christ Jesus. നമ്മളെ പുതിയതാക്കി പണിതെടുത്തിരിക്കുക, നിർമ്മിച്ചിരിക്കുക ക്രിസ്തുയേശുവിൽ. ഹല്ലേലൂയ. അപ്പം യേശുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കവൻ ക്രിസ്തുയേശുവിനോടൊപ്പം പുതുതാക്കിയിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ പുതിയതാകണം. ഇതിനാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം ജലത്താൽ പുതിയതാകണം, ആത്മാവിനാൽ ഇത് രണ്ടും സംഭവിക്കണം. ജലത്താലും ആത്മാവിനാലും പുതിയ സൃഷ്ടിയായി നാം ഉയർത്തെഴുന്നേൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈപ്പണിയായി തീർന്നിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരു നാള് മരിച്ചവരായിരുന്നു, പക്ഷെ ഇന്നോ നമ്മള് ജീവനുള്ളവരാ. ഇന്ന് എന്നോടൊപ്പം പറഞ്ഞേ, ഒരു നാള് മരിച്ചവരായിരുന്നു, പക്ഷെ ഇന്നോ ഞാൻ ജീവനുള്ള വ്യക്തിയാ. ഹല്ലേലൂയ. ഞാൻ മരിച്ച വ്യക്തിയല്ല, ഞാൻ ജീവനുള്ള വ്യക്തിയാ. എന്നെ പുതുതാക്കി പണിതെടുത്തിരിക്കുക, എന്നെ പുതുതാക്കി സൃഷ്ടിച്ചിരിക്കുക. കർത്താവ് സഹായിക്കട്ടെ.
ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ ഈ വലിയ രക്ഷയുടെ അനുഭവത്തിനായിട്ട് ഹല്ലിയ കർത്താവിനോടൊപ്പം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ, പൂർണ്ണമായും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ കർത്താവ് പല പ്രിയപ്പെട്ടവരെയും ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഹല്ലിയ വചനം മാടി വിളിക്കുമ്പോൾ ആ വചനത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ആ രക്ഷയുടെ പൂർണ്ണതയ്ക്കകത്തേക്ക് നമുക്ക് എല്ലാ നന്മകളും വാഗ്ദത്തങ്ങളും അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോട് അനുസരിച്ച് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാര് ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഹല്ലിയ. അപ്പോസ്തോലിക പഠിപ്പീരിനകത്താണ് ഇന്ന് ദൈവസഭ വളർന്ന് വർദ്ധിച്ചു നിൽക്കുന്നത്. സഭ വളർന്ന് വർദ്ധിച്ചു നിൽക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, സകല നന്മയാൽ നയിക്കട്ടെ, നിറയ്ക്കട്ടെ. ഹല്ലിയ. ഇത് കൃപയാലത്രേ നമ്മളുടെ മേൽ വന്നിരിക്കുന്ന രക്ഷ. സ്തോത്രം. പ്രൈസ്